ഹായ് ഫ്രണ്ട്സ്, എജുപ്ലസ് ലേണിംഗ് ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ SCERT സയൻസിലെ ഫിസിക്സിൻ്റെ ഭാഗമാണ്. 1 മുതൽ 3 വരെയുള്ള ലെസൻ്റെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് മാത്രമാണ് ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് നോക്കാം. ആദ്യത്തെ ലെസൺ വൈദ്യുത പ്രവാഹത്തിൻ്റെ ഫലങ്ങൾ. ഒരു കൂളോം ചാർജ് 1 വോൾട്ട് പൊട്ടൻഷ്യൽ വ്യത്യാസത്തിലൂടെ ചലിപ്പിക്കാൻ 1 ജൂൾ പ്രവൃത്തിയാണ് ആവശ്യമായിട്ടുള്ളത്. ഒരു കൂളോം ചാർജ് 1 വോൾട്ട് പൊട്ടൻഷ്യൽ വ്യത്യാസത്തിലൂടെ ചലിപ്പിക്കാൻ 1 ജൂൾ പ്രവൃത്തിയാണ് ആവശ്യമായിട്ടുള്ളത്. സർക്യൂട്ടിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ താപോർജ്ജം രൂപപ്പെടുന്ന പ്രവർത്തനമാണ് ജൂൾ ഹീറ്റിംഗ് എന്ന് പറയുന്നത്. ഓമിക് ഹീറ്റിംഗ് എന്നും പറയാറുണ്ട്. സർക്യൂട്ടിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ താപോർജ്ജം രൂപപ്പെടുന്ന പ്രവർത്തനമാണ് ജൂൾ ഹീറ്റിംഗ് അല്ലെങ്കിൽ ഓമിക് ഹീറ്റിംഗ്. വൈദ്യുതി പ്രവഹിക്കുന്ന ഒരു ചാലകത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപത്തിൻ്റെ അളവ് വൈദ്യുത പ്രവാഹ തീവ്രതയുടെ വർഗത്തിൻ്റെയും ചാലകത്തിൻ്റെ പ്രതിരോധത്തിൻ്റെയും വൈദ്യുതി പ്രവഹിക്കുന്ന സമയത്തിൻ്റെയും ഗുണനഫലത്തിന് നേർ അനുപാതത്തിലായിരിക്കുമെന്നാണ് ജൂൾ നിയമം പറയുന്നത്. ജൂൾ നിയമത്തിൽ പറയുന്നത് വൈദ്യുതി പ്രവഹിക്കുന്ന ഒരു ചാലകത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപത്തിൻ്റെ അളവ് വൈദ്യുത പ്രവാഹ തീവ്രതയുടെ വർഗത്തിൻ്റെയും ചാലകത്തിൻ്റെ പ്രതിരോധത്തിൻ്റെയും വൈദ്യുതി പ്രവഹിക്കുന്ന സമയത്തിൻ്റെയും ഗുണനഫലത്തിന് നേർ അനുപാതത്തിലായിരിക്കും. H=I²RT ജൂളാണ്. I എന്ന് പറയുന്നത് വൈദ്യുത പ്രവാഹ തീവ്രത ആംപെയറിൽ കൊടുത്തതാണ്. ഓം യൂണിറ്റിലുള്ള പ്രതിരോധമാണ് R. T എന്ന് പറയുന്നത് സെക്കൻഡ് യൂണിറ്റിലുള്ള സമയമാണ്. സർക്യൂട്ടിൽ പ്രതിരോധകങ്ങളെ ഒന്നിനോടൊന്ന് തുടർച്ചയായി ബന്ധിപ്പിച്ച് സർക്യൂട്ട് ഒറ്റ പാതയിലൂടെ പൂർത്തിയാക്കുന്നതാണ് ശ്രേണി രീതി എന്ന് പറയുന്നത്. സർക്യൂട്ടിൽ പ്രതിരോധകങ്ങളെ ഒന്നിനോടൊന്ന് തുടർച്ചയായി ബന്ധിപ്പിച്ച് സർക്യൂട്ട് ഒറ്റ പാതയിലൂടെ പൂർത്തിയാക്കുന്നതിനെയാണ് ശ്രേണി രീതി അല്ലെങ്കിൽ സീരീസ് കണക്ഷൻ എന്ന് പറയുന്നത്. ഇതിൽ സഫല പ്രതിരോധം കൂടുന്നു. ശ്രേണി രീതിയിൽ സഫല പ്രതിരോധം കൂടുന്നു. സർക്യൂട്ടിലെ പൊട്ടൻഷ്യൽ വ്യത്യാസം പ്രതിരോധകങ്ങൾക്കിടയിൽ വിഭജിക്കപ്പെടുന്നു. ശ്രേണി രീതിയിൽ സർക്യൂട്ടിലെ പൊട്ടൻഷ്യൽ വ്യത്യാസം പ്രതിരോധകങ്ങൾക്കിടയിൽ വിഭജിക്കപ്പെടുന്നു. ഉയർന്ന പ്രതിരോധമുള്ള പ്രതിരോധകങ്ങളുടെ അഗ്രങ്ങളിൽ വോൾട്ടത കൂടുതലായിരിക്കും. ശ്രേണി രീതിയിൽ ഉയർന്ന പ്രതിരോധമുള്ള പ്രതിരോധകങ്ങളുടെ അഗ്രങ്ങളിൽ വോൾട്ടത കൂടുതലായിരിക്കും. കാർബൺ പ്രതിരോധകങ്ങളുടെ മൂല്യം രേഖപ്പെടുത്തുന്നത് കളർ കോഡ് ഉപയോഗിച്ചാണ്. പ്രതിരോധകങ്ങളുടെ മുകളിലായിട്ട് കളർ കോഡ് കൊടുത്തിട്ടുണ്ടാവും. 4 നിറത്തിലുള്ള വലയങ്ങളാണ് സാധാരണ കാണപ്പെടുന്നത്. ആദ്യത്തെ 2 വലയങ്ങൾ അക്കങ്ങളെയും, മൂന്നാമത്തേത് പൂജ്യങ്ങളുടെ എണ്ണത്തെയും, നാലാമത്തേത് ടോളറൻസ് അല്ലെങ്കിൽ വ്യതിയാനത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. വെള്ളിയുടെ ടോളറൻസ് അല്ലെങ്കിൽ വ്യതിയാനം ±10% ആണ്. സ്വർണത്തിൻ്റെ വ്യതിയാനം അല്ലെങ്കിൽ ടോളറൻസ് ±5% ആണ്. വെള്ളിയുടെ ±10%ഉം സ്വർണത്തിൻ്റേത് ±5%ഉമാണ് വ്യതിയാനം. നാലാമത്തെ കളർ ഇല്ലെങ്കിൽ ±20% വ്യതിയാനം ഉണ്ടായിരിക്കുക. കളർ കോഡിൽ ഉൾപ്പെട്ട നിറങ്ങളും അതിൻ്റെ നമ്പേഴ്സും പൂജ്യങ്ങളുടെ എണ്ണത്തിൻ്റെയും ലിസ്റ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആവശ്യമുള്ളവർക്ക് പഠിച്ചെടുക്കാവുന്നതാണ്. പാരലൽ കണക്ഷൻ അല്ലെങ്കിൽ സമാന്തര രീതിയിൽ സർക്യൂട്ടിലെ ആകെ കറണ്ട് എന്ന് പറയുന്നത് ശാഖാ സർക്യൂട്ടുകളിലെ കറണ്ടുകളുടെ തുകയ്ക്ക് തുല്യമായിരിക്കും. പാരലൽ കണക്ഷനിൽ സർക്യൂട്ടിലെ ആകെ കറണ്ട് ശാഖാ സർക്യൂട്ടുകളിലെ കറണ്ടുകളുടെ തുകയ്ക്ക് തുല്യമായിരിക്കും. സഫല പ്രതിരോധം കാണാനുള്ള ഇക്വേഷനാണ് ക്യാപിറ്റൽ ലെറ്റർ R = സ്മോൾ ലെറ്റർ R/N. സ്മോൾ ലെറ്റർ R എന്ന് പറയുന്നത് പ്രതിരോധമാണ്, N പ്രതിരോധകങ്ങൾ. പാരലൽ കണക്ഷനിൽ ഓരോ പ്രതിരോധകത്തെയും ഓരോ സ്വിച്ച് ഉപയോഗിച്ച് നിയന്ത്രിക്കാൻ കഴിയും. ഓരോ പ്രതിരോധകത്തെയും ഓരോ സ്വിച്ച് ഉപയോഗിച്ച് നിയന്ത്രിക്കാൻ കഴിയും. പ്രതിരോധകത്തിൻ്റെ മൂല്യത്തിനനുസരിച്ച് ഒഴുകുന്ന കറണ്ട് വിഭജിക്കപ്പെടുന്നു. പാരലൽ കണക്ഷനിൽ പ്രതിരോധകത്തിൻ്റെ മൂല്യത്തിനനുസരിച്ച് ഒഴുകുന്ന കറണ്ട് വിഭജിക്കപ്പെടുന്നു. വോൾട്ടത സ്ഥിരമായിരിക്കുമ്പോൾ സർക്യൂട്ടിലെ പ്രതിരോധം വർദ്ധിപ്പിച്ചാൽ കറണ്ട് കുറയുന്നു. വോൾട്ടത സ്ഥിരമായിരിക്കുന്ന സമയത്ത് സർക്യൂട്ടിലെ പ്രതിരോധം വർദ്ധിപ്പിക്കുകയാണെങ്കിൽ കറണ്ട് കുറയും. വൈദ്യുത പ്രവാഹത്തിൻ്റെ താപഫലം പ്രയോജനപ്പെടുത്തുന്ന ഉപകരണമാണ് വൈദ്യുത താപന ഉപകരണങ്ങൾ. വൈദ്യുത പ്രവാഹത്തിൻ്റെ താപഫലം പ്രയോജനപ്പെടുത്തുന്ന ഉപകരണങ്ങളെ പറയുന്നതാണ് വൈദ്യുത താപന ഉപകരണങ്ങൾ. ഹീറ്റിംഗ് കോയിലുകൾ നിർമ്മിച്ചിരിക്കുന്നത് നിക്രോം കൊണ്ടാണ്. ഹീറ്റിംഗ് കോയിലുകൾ നിർമ്മിച്ചിരിക്കുന്നത് നിക്രോം കൊണ്ടാണ്. നിക്രോമിൻ്റെ പ്രത്യേകത ഉയർന്ന റെസിസ്റ്റിവിറ്റി ഉണ്ട്, ദ്രവണാങ്കം
ഓക്സീകരിക്കപ്പെടാതെ നിലനിൽക്കാനുള്ള കഴിവ്. ഹീറ്റിംഗ് കോയിലുകൾ നിക്രോം കൊണ്ട് നിർമ്മിക്കാൻ കാരണം നിക്രോമിൻ്റെ ഉയർന്ന റെസിസ്റ്റിവിറ്റി, ഉയർന്ന ദ്രവണാങ്കം, ഓക്സീകരിക്കപ്പെടാതെ നിലനിൽക്കാനുള്ള കഴിവാണ്. മൈക്രോവേവ് ഓവനിൽ ഉപയോഗിക്കുന്നത് മൈക്രോവേവ്സ് ആണ്. മൈക്രോവേവ് ഓവനിൽ ഉപയോഗിക്കുന്നത്. ഇൻഡക്ഷൻ കുക്കറിൽ എഡ്ഡി കറണ്ടാണ് ഉപയോഗിക്കുന്നത്. എഡ്ഡി കറണ്ടാണ്. ഫ്യൂസ് വയർ ടിന്നും ലെഡും ചേർന്നാണ് ഫ്യൂസ് വയർ നിർമ്മിക്കുന്നത്. ബാറ്ററിയിലെ പോസിറ്റീവ് ടെർമിനലും നെഗറ്റീവ് ടെർമിനലും തമ്മിലോ മെയിൻസിലെ 2 വയറുകൾ തമ്മിലോ പ്രതിരോധമില്ലാതെ സമ്പർക്കത്തിൽ വരുന്നതിനെയാണ് ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയുന്നത്. ബാറ്ററിയിലെ പോസിറ്റീവ് ടെർമിനലും നെഗറ്റീവ് ടെർമിനലും തമ്മിലോ മെയിൻസിലെ 2 വയറുകൾ തമ്മിലോ പ്രതിരോധമില്ലാതെ സമ്പർക്കത്തിൽ വരുന്നതിനെയാണ് ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയുന്നത്. ഒരു സർക്യൂട്ടിൽ താങ്ങാവുന്നതിലും അധികം പവറുള്ള ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതാണ് ഓവർലോഡിംഗ് എന്ന് പറയുന്നത്. ഒരു സർക്യൂട്ടിൽ താങ്ങാവുന്നതിലും അധികം പവറുള്ള ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതാണ് ഓവർലോഡിംഗ്. ഒരു സർക്യൂട്ടിലൂടെ അമിത വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്നത് മൂലമുള്ള അപകടങ്ങളിൽ നിന്ന് നമ്മളെയും ഉപകരണങ്ങളെയും സംരക്ഷിക്കാനുള്ള സംവിധാനമാണ് സുരക്ഷാ ഫ്യൂസ് എന്ന് പറയുന്നത്. ഒരു സർക്യൂട്ടിലൂടെ അമിത വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്നത് മൂലമുള്ള അപകടങ്ങളിൽ നിന്ന് നമ്മളെയും ഉപകരണങ്ങളെയും സംരക്ഷിക്കാനുള്ള സംവിധാനമാണ് സുരക്ഷാ ഫ്യൂസ്. ചാലക കമ്പിയുടെ വ്യാസത്തിൻ്റെ വ്യുൽക്രമമാണ് ഗേജ്. ഗേജ് കൂടുമ്പോൾ ചാലകത്തിൻ്റെ കനം കുറയുകയും ആംപെയറേജ് കുറയുകയും ചെയ്യുന്നു. ഒരു ഉപകരണത്തിൻ്റെ പവറും അതിൽ നൽകുന്ന വോൾട്ടേജും തമ്മിലുള്ള അനുപാതമാണ് ആ ഉപകരണത്തിൻ്റെ ആംപെയറേജ് എന്ന് പറയുന്നത്. ഒരു ഉപകരണത്തിൻ്റെ പവറും അതിൽ നൽകുന്ന വോൾട്ടേജും തമ്മിലുള്ള അനുപാതമാണ് ആ ഉപകരണത്തിൻ്റെ ആംപെയറേജ് എന്ന് പറയുന്നത്. യൂണിറ്റ് സമയത്തിൽ ഒരു വൈദ്യുത ഉപകരണം വിനിയോഗിക്കുന്ന വൈദ്യുത ഊർജ്ജമാണ് വൈദ്യുത പവർ എന്ന് പറയുന്നത്. യൂണിറ്റ് സമയത്തിൽ ഒരു വൈദ്യുത ഉപകരണം വിനിയോഗിക്കുന്ന വൈദ്യുതോർജ്ജമാണ് വൈദ്യുത പവർ. വൈദ്യുത പവറിൻ്റെ യൂണിറ്റ് വാട്ടാണ്. പവർ കാണാൻ P=W/T ആണ്. P=W/T. ആംപെയറേജ് കാണാൻ ആംപെയറേജ് വാട്ടേജ്/വോൾട്ടേജ്. W എന്ന് പറയുന്നത് വാട്ടേജ് ആണ്, V എന്ന് പറയുന്നത് വോൾട്ടേജ് ആണ്. ആംപെയറേജ് വാട്ടേജ്/വോൾട്ടേജ്. സാധാരണ വോൾട്ടേജിൽ ഫിലമെൻ്റ് ലാമ്പുകളിലെ ഫിലമെൻ്റ് ചുട്ടുപഴുത്ത് പ്രകാശം തരുന്നു. അതിനാൽ ഇത്തരം ബൾബുകളെ ഇൻകാൻഡസെൻ്റ് ലാമ്പുകൾ എന്നാണ് പറയുന്നത്. താപത്താൽ തിളങ്ങുന്ന ലാമ്പുകളാണ് ഇൻകാൻഡസെൻ്റ് ലാമ്പ്. ഇൻകാൻഡസെൻ്റ് ലാമ്പുകളിൽ ടങ്സ്റ്റൺ കൊണ്ടുള്ള ഫിലമെൻ്റ് ആണ് ഉപയോഗിക്കുന്നു. ഓക്സീകരണം തടയാനായിട്ട് അകത്ത് വായു ശൂന്യമാക്കുന്നു. ബാഷ്പീകരണം കുറയ്ക്കാനായിട്ട് കുറഞ്ഞ മർദ്ദത്തിൽ അലസവാതകം നിറയ്ക്കുന്നു. അതിനായി ഇപ്പോൾ നിറയ്ക്കുന്നത് നൈട്രജൻ ആണ്. ബാഷ്പീകരണം കുറയ്ക്കാനായി ഇൻകാൻഡസെൻ്റ് ലാമ്പുകളിൽ നിറയ്ക്കുന്നത് നൈട്രജൻ ആണ്. സാധാരണ താപനിലയിലും മർദ്ദത്തിലും നൈട്രജൻ ഒരു അലസവാതകമായിട്ടാണ് പെരുമാറുന്നത്. ടങ്സ്റ്റനെ ഫിലമെൻ്റായി ഉപയോഗിക്കാൻ കാരണം ടങ്സ്റ്റന് ഉയർന്ന റെസിസ്റ്റിവിറ്റി ഉണ്ട്, ഉയർന്ന ദ്രവണാങ്കമാണ്, നേർത്ത കമ്പികളാക്കാൻ സാധിക്കും, ചുട്ടുപഴുത്ത് ധവളപ്രകാശം പുറത്തുവിടാനുള്ള കഴിവ്. ഇതെല്ലാം കാരണമാണ് ടങ്സ്റ്റനെ ഫിലമെൻ്റായിട്ട് ഉപയോഗിക്കുന്നത്. ഉയർന്ന റെസിസ്റ്റിവിറ്റി, ഉയർന്ന ദ്രവണാങ്കം, നേർത്ത കമ്പികളാക്കാൻ കഴിയുന്നു, ചുട്ടുപഴുത്ത് ധവളപ്രകാശം പുറത്തുവിടാനുള്ള കഴിവുണ്ട്. ഇൻകാൻഡസെൻ്റ് ലാമ്പുകളിൽ നൽകുന്ന വൈദ്യുതോർജ്ജത്തിൻ്റെ ഭൂരിഭാഗവും നഷ്ടപ്പെടുന്നത് താപരൂപത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇവയുടെ ക്ഷമത കുറവാണ്. ഇൻകാൻഡസെൻ്റ് ലാമ്പുകളുടെ ക്ഷമത കുറവാണ്. ഡിസ്ചാർജ് ലാമ്പുകളാണ് സോഡിയം വേപ്പർ ലാമ്പ്, ആർക്ക് ലാമ്പ്, ഫ്ലൂറസെൻ്റ് ലാമ്പ്, CFL. ഡിസ്ചാർജ് ലാമ്പുകൾക്ക് ഉദാഹരണമാണ് സോഡിയം വേപ്പർ ലാമ്പ്, ആർക്ക് ലാമ്പ്, ഫ്ലൂറസെൻ്റ് ലാമ്പ്, CFL. ഒരു ഗ്ലാസ് ട്യൂബിനുള്ളിൽ ഇലക്ട്രോഡുകൾ അടക്കം ചെയ്തതാണ് ഡിസ്ചാർജ് ലാമ്പുകൾ. ഒരു ഗ്ലാസ് ട്യൂബിനുള്ളിലെ ഇലക്ട്രോഡുകൾ അടക്കം ചെയ്തതിനെയാണ് ഡിസ്ചാർജ് ലാമ്പുകൾ എന്ന് പറയുന്നത്. പ്രകാശം പുറന്തള്ളുന്നത് അതിനുള്ളിൽ നിറച്ചിരിക്കുന്ന വാതകത്തിൽ നടക്കുന്ന വൈദ്യുത ഡിസ്ചാർജ് വഴിയാണ്. ഡിസ്ചാർജ് ലാമ്പുകളിൽ പ്രകാശം പുറന്തള്ളുന്നത് അതിനുള്ളിൽ നിറച്ചിരിക്കുന്ന വാതകത്തിൽ നടക്കുന്ന വൈദ്യുത ഡിസ്ചാർജ് വഴിയാണ്. ഇൻകാൻഡസെൻ്റ് ലാമ്പുകളെക്കാളും ഡിസ്ചാർജ് ലാമ്പുകളെക്കാളും കുറഞ്ഞ പവറിൽ പ്രവർത്തിക്കുകയും കൂടുതൽ പ്രകാശം തരികയും ചെയ്യുന്ന ലാമ്പാണ് LED, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് ബൾബ് എന്നാണ് പൂർണ്ണരൂപം. LEDയുടെ പൂർണ്ണരൂപം ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് ബൾബ്. ഇൻകാൻഡസെൻ്റ് ലാമ്പിനേക്കാളും ഡിസ്ചാർജ് ലാമ്പിനേക്കാളും കുറഞ്ഞ പവറിൽ പ്രവർത്തിക്കുകയും കൂടുതൽ പ്രകാശം തരികയും ചെയ്യുന്നു. ഇതിന് ഫിലമെൻ്റ് ഇല്ല, അതുകൊണ്ട് തന്നെ താപരൂപത്തിലുള്ള ഊർജ്ജനഷ്ടം ഉണ്ടാകുന്നില്ല. മെർക്കുറി ഇല്ല, LEDയിൽ മെർക്കുറി ഇല്ല, അതുകൊണ്ട് തന്നെ പരിസ്ഥിതിക്ക് ഹാനികരമല്ല.
LED ബൾബിൻ്റെ ഭാഗങ്ങളും ഉപയോഗങ്ങളുമാണ് ഇനി പറയുന്നത്. ബേസ് യൂണിറ്റ് E22. LED ബൾബിൻ്റെ ഒരു ഭാഗമാണ് ബേസ് യൂണിറ്റ് E22. ബൾബിനെ ഹോൾഡറുമായി ബന്ധിപ്പിക്കുന്ന ലോഹ ഭാഗമാണ് ബേസ് യൂണിറ്റ് E22. ബൾബിൻ്റെ ബേസ് യൂണിറ്റിനോട് ചേർന്ന് നിൽക്കുന്ന താപം ആഗിരണം ചെയ്യാനുള്ള സംവിധാനമാണ് ഹീറ്റ് സിങ്ക്. ബൾബിൻ്റെ ബേസ് യൂണിറ്റിനോട് ചേർന്ന് നിൽക്കുന്ന താപം ആഗിരണം ചെയ്യാനുള്ള സംവിധാനമാണ് ഹീറ്റ് സിങ്ക്. ഹോൾഡറിൽ ഉറപ്പിക്കുന്ന ലോഹ പ്ലേറ്റാണ് ബേസ് പ്ലേറ്റ്. ഹോൾഡറിൽ ഉറപ്പിക്കുന്ന ലോഹ പ്ലേറ്റാണ് ബേസ് പ്ലേറ്റ്. LED ഡ്രൈവറിൽ നിന്നുള്ള വയറുകളെ ബേസ് യൂണിറ്റിൽ ഉറപ്പിക്കാനുള്ള സ്ക്രൂകളാണ് ബാക്ക് കണ്ടക്ടർ സ്ക്രൂകൾ. ബാക്ക് കണ്ടക്ടർ സ്ക്രൂകൾ. AC വൈദ്യുതിയെ DC ആക്കി ആവശ്യമായ ഔട്ട്പുട്ട് വോൾട്ടത നൽകുക എന്ന ധർമ്മമാണ് പവർ സപ്ലൈ ബോർഡിന് ഉള്ളത്. പവർ സപ്ലൈ ബോർഡ് അല്ലെങ്കിൽ LED ഡ്രൈവറുടെ റോള് AC വൈദ്യുതിയെ DC ആക്കി ആവശ്യമായ ഔട്ട്പുട്ട് വോൾട്ടത നൽകുക എന്നുള്ളതാണ്. 5 വാട്ടിൻ്റെയും 7 വാട്ട് 9 വാട്ടിൻ്റെയും ബൾബുകൾക്ക് ഒരേ ബോർഡ് ഉപയോഗിക്കാം. LEDകൾ ഉറപ്പിച്ചിരിക്കുന്നത് പ്രിൻ്റഡ് സർക്യൂട്ട് ബോർഡ് അല്ലെങ്കിൽ LED ചിപ്പ് ബോർഡിലാണ്. LEDകൾ ഉറപ്പിച്ചിരിക്കുന്നത് പ്രിൻ്റഡ് സർക്യൂട്ട് ബോർഡ് അല്ലെങ്കിൽ LED ചിപ്പ് ബോർഡിലാണ്. ഇതിൽ പോസിറ്റീവും നെഗറ്റീവ് ധ്രുവങ്ങൾ അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും. ബൾബിൽ നിന്നും പ്രകാശം പുറത്തു വരുന്ന ഭാഗമാണ് ഡിഫ്യൂസർ കപ്പ്. ബൾബിൽ നിന്നും പ്രകാശം പുറത്തു വരുന്ന LED ബൾബിൻ്റെ ഭാഗമാണ് ഡിഫ്യൂസർ കപ്പ്. അടുത്ത ലെസനാണ് വൈദ്യുത കാന്തിക ഫലം. വൈദ്യുത കാന്തിക ഫലം കണ്ടെത്തിയത് ഹാൻസ് ക്രിസ്റ്റ്യൻ ഈസ്റ്റഡ് ആണ്. വൈദ്യുതി പ്രവഹിക്കുന്ന ചാലകത്തിനടുത്തിരിക്കുന്ന കാന്തസൂചിക്ക് വിഭ്രംശം ഉണ്ടാകുമെന്ന് കണ്ടെത്തി. വൈദ്യുതി പ്രവഹിക്കുന്ന ചാലകത്തിനടുത്തിരിക്കുന്ന കാന്തസൂചിക്ക് വിഭ്രംശം ഉണ്ടാകും. കാന്തിക മണ്ഡലത്തിൻ്റെ തീവ്രതയുടെ CGS യൂണിറ്റിന് ഈസ്റ്റഡ് എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. കാന്തിക മണ്ഡലത്തിൻ്റെ തീവ്രതയുടെ CGS യൂണിറ്റാണ് ഈസ്റ്റഡ്. വലതുകൈ പെരുവിരൽ നിയമം കൊണ്ടുവന്ന വ്യക്തി ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ ആണ്. ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ ആണ് വലതുകൈ പെരുവിരൽ നിയമം കൊണ്ടുവന്നത്. തള്ളവിരൽ വൈദ്യുത പ്രവാഹ ദിശയിൽ വരത്തക്ക വിധം ചാലകത്തെ വലതുകൈ കൊണ്ട് പിടിക്കുന്നതായി സങ്കല്പിക്കുകയാണെങ്കിൽ ചാലകത്തെ ചുറ്റിപ്പിടിച്ച മറ്റ് വിരലുകൾ കാന്തിക മണ്ഡലത്തിൻ്റെ ദിശയിലായിരിക്കും. ഇതാണ് വലതുകൈ പെരുവിരൽ നിയമത്തിൽ പറയുന്നത്. വലംപിരി സ്ക്രൂ നിയമം എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. ഒരു വലംപിരി സ്ക്രൂ തിരിച്ചു മുറുക്കുമ്പോൾ സ്ക്രൂ നീങ്ങുന്ന ദിശ വൈദ്യുത പ്രവാഹ ദിശയായി പരിഗണിച്ചാൽ സ്ക്രൂ തിരിയുന്ന ദിശ കാന്തിക മണ്ഡലത്തിൻ്റെ ദിശയാണ് സൂചിപ്പിക്കുക. വൈദ്യുതി പ്രവഹിക്കുന്ന വലയങ്ങളുടെ എണ്ണം വർദ്ധിക്കുമ്പോഴും ചാലകത്തിൻ്റെ കറണ്ട് വർദ്ധിക്കുമ്പോഴും കാന്തിക മണ്ഡലത്തിൻ്റെ ശക്തി വർദ്ധിക്കും. വൈദ്യുതി പ്രവഹിക്കുന്ന വലയങ്ങളുടെ എണ്ണം വർദ്ധിക്കുമ്പോഴും ചാലകത്തിൻ്റെ കറണ്ട് വർദ്ധിക്കുമ്പോഴും കാന്തിക മണ്ഡലത്തിൻ്റെ ശക്തി വർദ്ധിക്കുന്നു. സർപ്പിളാകൃതിയിൽ ചുറ്റിയെടുത്ത കവചിത ചാലകമാണ് സോളിനോയിഡ് എന്ന് പറയുന്നത്. സർപ്പിളാകൃതിയിൽ ചുറ്റിയെടുത്ത കവചിത ചാലകമാണ് സോളിനോയിഡ്. വൈദ്യുതി പ്രവഹിക്കുന്ന സോളിനോയിഡിൽ വൈദ്യുത പ്രവാഹം പ്രദക്ഷിണ ദിശയിൽ പ്രവഹിക്കുന്ന അഗ്രത്ത് ദക്ഷിണ ധ്രുവവും അപ്രദക്ഷിണ ദിശയിൽ വൈദ്യുതി പ്രവഹിക്കുന്ന അഗ്രത്ത് ഉത്തര ധ്രുവവും ആയിരിക്കും. ഏതെങ്കിലും ഒരു സൈഡ് ഓർത്തു വെച്ചാൽ മതി. പ്രദക്ഷിണ ദിശയിൽ പ്രവഹിക്കുന്ന അഗ്രത്ത് ദക്ഷിണ ധ്രുവം ആയിരിക്കും. ഇടതുകൈ നിയമം കൊണ്ടുവന്നത് ഫ്ലെമിംഗ് ആണ്. ഇടതുകൈ നിയമം കൊണ്ടുവന്ന വ്യക്തി ഫ്ലെമിംഗ് ആണ്. ഇടതുകൈയുടെ തള്ളവിരൽ, ചൂണ്ടുവിരൽ, നടുവിരൽ ഇവ പരസ്പരം ലംബമായി പിടിക്കുക. ചൂണ്ടുവിരൽ കാന്തിക മണ്ഡലത്തിൻ്റെ ദിശയിലും നടുവിരൽ വൈദ്യുത പ്രവാഹ ദിശയിലുമായാൽ തള്ളവിരൽ സൂചിപ്പിക്കുന്നത് ചാലകത്തിൻ്റെ ചലന ദിശയായിരിക്കും. ഇതാണ് ഇടതുകൈ നിയമത്തിൽ ഫ്ലെമിംഗ് പറയുന്നത്. ഒരു കാന്തിക മണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്വതന്ത്രമായി ചലിക്കാവുന്ന ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ചാലകത്തിൽ ഒരു ബലം ഉളവാവുകയും അത് ചലിക്കുകയും ചെയ്യുന്നു എന്നതാണ് മോട്ടോർ തത്വം. ഫാനിലും മിക്സിയിലും മോട്ടോർ തത്വമാണ് പ്രവർത്തിക്കുന്നത്. ഒരു കാന്തിക മണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്വതന്ത്രമായി ചലിക്കാവുന്ന ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ചാലകത്തിൽ ഒരു ബലം ഉളവാവുകയും അത് ചലിക്കുകയും ചെയ്യുന്നു. വൈദ്യുത മോട്ടോറിൻ്റെ ഭാഗങ്ങളാണ് ആർമേച്ചർ, കാന്തിക ധ്രുവങ്ങൾ, ഗ്രാഫൈറ്റ് ബ്രഷുകൾ, സ്പ്ലിറ്റ് റിങ്ങുകൾ, മോട്ടോർ തിരിയുന്ന അക്ഷം. ആർമേച്ചർ, കാന്തിക ധ്രുവങ്ങൾ, ഗ്രാഫൈറ്റ് ബ്രഷുകൾ, സ്പ്ലിറ്റ് റിങ്ങുകൾ, മോട്ടോർ തിരിയുന്ന അക്ഷം.
പച്ചിരുമ്പ് കോറിനെ മുകളിൽ ചുറ്റിയ കമ്പി ചുരുളുകളാണ് ആർമേച്ചർ എന്ന് പറയുന്നത്. പച്ചിരുമ്പ് കോറിനെ മുകളിൽ ചുറ്റിയ കമ്പി ചുരുളാണ് ആർമേച്ചർ. ഓരോ അർദ്ധഭ്രമണത്തിന് ശേഷവും സർക്യൂട്ടിലെ വൈദ്യുത പ്രവാഹ ദിശ മാറ്റാൻ സഹായിക്കുന്നത് സ്പ്ലിറ്റ് റിങ്ങുകളാണ്. അതുകൊണ്ട് തന്നെ സ്പ്ലിറ്റ് റിങ്ങുകളെ സ്പ്ലിറ്റ് റിങ് കമ്മ്യൂട്ടേറ്റർ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഓരോ അർദ്ധഭ്രമണത്തിന് ശേഷവും സർക്യൂട്ടിലെ വൈദ്യുത പ്രവാഹ ദിശ മാറ്റാൻ സഹായിക്കുന്നത് സ്പ്ലിറ്റ് റിങ്ങുകളാണ്. അതുകൊണ്ട് തന്നെയാണത് സ്പ്ലിറ്റ് റിങ് കമ്മ്യൂട്ടേറ്റർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ചലിക്കും ചുരുൾ ലൗഡ് സ്പീക്കർ അല്ലെങ്കിൽ മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ പ്രവർത്തിക്കുന്നത് മോട്ടോർ തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അടുത്ത ലെസനാണ് വൈദ്യുത കാന്തിക പ്രേരണം, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഒരു സർക്യൂട്ടിലെ നേരിയ കറണ്ടിൻ്റെ സാന്നിധ്യവും ദിശയും മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഗാൽവനോമീറ്റർ. ഒരു സർക്യൂട്ടിലെ നേരിയ കറണ്ടിൻ്റെ സാന്നിധ്യവും ദിശയും മനസ്സിലാക്കാനുള്ള ഉപകരണമാണ് ഗാൽവനോമീറ്റർ. കാന്തശക്തി ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം എന്ന് കണ്ടെത്തിയത് മൈക്കൽ ഫാരഡേ ആണ്. കാന്തശക്തി ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം എന്ന് കണ്ടെത്തിയത് മൈക്കൽ ഫാരഡേ ആണ്. വൈദ്യുതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നതും മൈക്കൽ ഫാരഡേ ആണ്. വൈദ്യുതിയുടെ പിതാവാണ് മൈക്കൽ ഫാരഡേ. ഒരു ചാലകവുമായി ബന്ധപ്പെട്ട കാന്തിക ഫ്ലക്സിൽ മാറ്റം ഉണ്ടാകുന്നതിൻ്റെ ഫലമായി ചാലകത്തിൽ ഒരു EMF പ്രേരണം ചെയ്യപ്പെടുന്ന പ്രതിഭാസമാണ് വൈദ്യുത കാന്തിക പ്രേരണം എന്ന് പറയുന്നത്. ഒരു ചാലകവുമായി ബന്ധപ്പെട്ട കാന്തിക ഫ്ലക്സിൻ്റെ മാറ്റം ഉണ്ടാകുന്നതിൻ്റെ ഫലമായി ചാലകത്തിൽ ഒരു EMF പ്രേരണം ചെയ്യപ്പെടുന്ന പ്രതിഭാസമാണ് വൈദ്യുത കാന്തിക പ്രേരണം. ഇങ്ങനെ രൂപപ്പെടുന്ന വൈദ്യുതിയെ പ്രേരിത വൈദ്യുതി എന്നും വോൾട്ടതയെ പ്രേരിത EMF എന്നുമാണ് പറയുന്നത്. പ്രേരിത വൈദ്യുതിയുമായി ബന്ധപ്പെട്ട വലതുകൈ നിയമം കൊണ്ടുവന്നത് ജോൺ അംബ്രോസ് ഫ്ലെമിംഗ് ആണ്. ജോൺ അംബ്രോസ് ഫ്ലെമിംഗ്. കാന്തിക മണ്ഡല രേഖകൾക്ക് ലംബമായാണ് ചാലകം ചലിക്കുന്നതെങ്കിൽ ഉണ്ടാവുന്ന പ്രേരിത വൈദ്യുതി പരമാവധിയായിരിക്കും. കാന്തിക മണ്ഡല രേഖകൾക്ക് ലംബമായാണ് ചാലകം ചലിക്കുന്നതെങ്കിൽ ഉണ്ടാവുന്ന പ്രേരിത വൈദ്യുതി പരമാവധി ആയിരിക്കുമെന്നും കാന്തിക മണ്ഡല ദിശ, ചാലകത്തിൻ്റെ ചലന ദിശ, പ്രേരിത വൈദ്യുതിയുടെ ദിശ എന്നിവ തമ്മിലുള്ള ബന്ധം ലളിതമായി വിശദീകരിക്കാനായി ഫ്ലെമിംഗ് കണ്ടെത്തിയ നിയമമാണ് വലതുകൈ നിയമം. ഒരു ചാലകത്തെ കാന്തിക മണ്ഡലത്തിന് ലംബമായി ചലിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വലത് കൈയിലെ തള്ളവിരൽ, ചൂണ്ടുവിരൽ, നടുവിരൽ ഇവ ഓരോന്നും പരസ്പരം ലംബമായി വരത്തക്ക രീതിയിൽ നിവർത്തി വയ്ക്കുക. ഇതിൽ ചൂണ്ടുവിരൽ കാന്തിക മണ്ഡലത്തിൻ്റെ ദിശയെയും തള്ളവിരൽ ചാലകത്തിൻ്റെ ചലന ദിശയെയും സൂചിപ്പിക്കുകയാണെങ്കിൽ നടുവിരൽ പ്രേരിത വൈദ്യുതിയുടെ ദിശയെയാണ് സൂചിപ്പിക്കുന്നത്. AC അല്ലെങ്കിൽ ഓൾട്ടർനേറ്റിംഗ് കറണ്ടിനെ മലയാളത്തിൽ പറയുന്നതാണ് പ്രത്യാവർത്തി ധാരാ വൈദ്യുതി. പ്രത്യാവർത്തി ധാരാ വൈദ്യുതി. DC കറണ്ട് അല്ലെങ്കിൽ ഡയറക്റ്റ് കറണ്ടിനെ പറയുന്നത് നേർധാര വൈദ്യുതി എന്നാണ്. തുടർച്ചയായി ഒരേ ദിശയിൽ പ്രവഹിക്കുന്ന വൈദ്യുതിയാണ് DC കറണ്ട്. ക്രമമായ ഇടവേളകളിൽ തുടർച്ചയായി ദിശ മാറിക്കൊണ്ടിരിക്കുന്ന വൈദ്യുതിയാണ് AC കറണ്ട്. വൈദ്യുത കാന്തിക പ്രേരണം പ്രയോജനപ്പെടുത്തി യാന്ത്രികോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന ഉപകരണമാണ് ജനറേറ്റർ. വൈദ്യുത കാന്തിക പ്രേരണമാണ് ജനറേറ്ററിൽ നടക്കുന്നത്. ജനറേറ്റർ യാന്ത്രികോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നു. ജനറേറ്ററിലെ ഭാഗങ്ങളാണ് ഫീൽഡ് കാന്തം, ആർമേച്ചർ, സ്ലിപ്പ് റിങ്സ്, ബ്രഷ്. ജനറേറ്ററിൽ കാന്തിക ഫ്ലക്സ് സൃഷ്ടിക്കുന്ന കാന്തമാണ് ഫീൽഡ് കാന്തം. ജനറേറ്ററിലെ ഭാഗങ്ങളാണ് ഫീൽഡ് കാന്തം, ആർമേച്ചർ, സ്ലിപ്പ് റിങ്സ്, ബ്രഷ്. പ്രത്യാവർത്തി ധാരാ വൈദ്യുതി അല്ലെങ്കിൽ AC കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന ജനറേറ്ററാണ് AC ജനറേറ്റർ എന്ന് പറയുന്നത്. ആർമേച്ചർ കോയിലിൻ്റെ ഒരു പൂർണ്ണ ഭ്രമണത്തിനെടുക്കുന്ന സമയമാണ് പിരീഡ് എന്ന് പറയുന്നത്. ആർമേച്ചർ കോയിലിൻ്റെ ഒരു പൂർണ്ണ ഭ്രമണത്തിനെടുക്കുന്ന സമയമാണ് പിരീഡ് അല്ലെങ്കിൽ T. അർദ്ധഭ്രമണം അല്ലെങ്കിൽ 180 ഡിഗ്രി തിരിയാനെടുക്കുന്ന സമയം T/2 ആണ്. T/2. ഇന്ത്യയിൽ വിതരണത്തിന് വേണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന AC-യുടെ ആവൃത്തി 50 സൈക്കിൾ പെർ സെക്കൻഡ് ആണ്, അല്ലെങ്കിൽ 50 ഹെഡ്സ് ആണ്. ഇന്ത്യയിൽ വിതരണത്തിനായി ഉൽപ്പാദിപ്പിക്കുന്ന AC-യുടെ ആവൃത്തി 50 ഹെഡ്സ് ആണ്. ഏത് കോയിലാണോ നാം വൈദ്യുതി നൽകുന്നത് അത് പ്രൈമറി കോയിൽ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഏത് കോയിലാണോ വൈദ്യുതി പ്രേരിതമാകുന്നത് അതാണ് സെക്കൻഡറി കോയിൽ. സമീപസ്ഥങ്ങളായി സ്ഥിതി ചെയ്യുന്ന രണ്ട് കമ്പി ചുരുളുകളിൽ ഒന്നിലെ വൈദ്യുത പ്രവാഹ തീവ്രതയിലോ ദിശയിലോ മാറ്റമുണ്ടാകുമ്പോൾ അതിന് ചുറ്റുമുള്ള കാന്തിക ഫ്ലക്സിന് മാറ്റമുണ്ടാകുന്നു. ഇതിൻ്റെ ഫലമായി രണ്ടാമത്തെ കമ്പിച്ചുരുളിലും ഒരു EMF പ്രേരിതമാകുന്നു. ഇതിനെയാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. അടുത്തടുത്ത് സ്ഥിതി ചെയ്യുന്ന രണ്ട് കമ്പിച്ചുരുളുകളിൽ ഒന്നിലെ വൈദ്യുത പ്രവാഹ തീവ്രതയിലോ ദിശയിലോ മാറ്റമുണ്ടാകുമ്പോൾ അതിന് ചുറ്റുമുള്ള കാന്തിക ഫ്ലക്സിന് മാറ്റമുണ്ടാവുകയും ഇതിൻ്റെ ഫലമായി
രണ്ടാമത്തെ കമ്പിച്ചുരുളിൽ ഒരു EMF പ്രേരിതമാവുകയും ചെയ്യുന്നു. ഈ പ്രതിഭാസമാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. മ്യൂച്വൽ ഇൻഡക്ഷൻ വഴി പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാണ് ട്രാൻസ്ഫോമർ. പവർ വ്യത്യാസം വരാതെ AC-യുടെ വോൾട്ടത ഉയർത്താനോ താഴ്ത്താനോ സഹായിക്കുന്ന ഉപകരണമാണ് ട്രാൻസ്ഫോമർ. പവർ വ്യത്യാസം വരാതെ AC-യുടെ വോൾട്ടത ഉയർത്താനോ താഴ്ത്താനോ സഹായിക്കുന്ന ഉപകരണമാണ് ട്രാൻസ്ഫോമർ. 2 തരത്തിലാണ് ട്രാൻസ്ഫോമർ ഉള്ളത്. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറും. AC-യുടെ വോൾട്ടത ഉയർത്തുന്നതാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. AC-യുടെ വോൾട്ടത താഴ്ത്തുന്നതാണ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. പവർ ഈക്വൽ ടു വോൾട്ടത ഇൻറ്റു കറണ്ട് ആണ്. പവർ ഈക്വൽ ടു വോൾട്ടത ഇൻറ്റു കറണ്ട്. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറി വോൾട്ടത കൂടുതലായിരിക്കും, കറണ്ട് കുറവായിരിക്കും. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറി വോൾട്ടത കൂടുതലും കറണ്ട് കുറവുമായിരിക്കും. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിലെ സെക്കൻഡറി വോൾട്ടത കുറവും കറണ്ട് കൂടുതലുമായിരിക്കും. പവർ നഷ്ടമില്ലാത്ത ഒരു ട്രാൻസ്ഫോമറിലെ പ്രൈമറിയിൽ 5000 ചുറ്റുകളും സെക്കൻഡറിയിൽ 250 ചുറ്റുകളുമാണ് ഉള്ളത്. പവർ നഷ്ടമില്ലാത്ത ഒരു ട്രാൻസ്ഫോമറിലെ പ്രൈമറിയിൽ 5000 ചുറ്റുകളും സെക്കൻഡറിയിൽ 250 ചുറ്റുകളുമാണ് ഉള്ളത്. ഒരു സോളിനോയിഡിൽ വൈദ്യുതി പ്രവഹിക്കുമ്പോഴുണ്ടാകുന്ന ഫ്ലക്സ് വ്യതിയാനം അതേ ചാലകത്തിൽ വൈദ്യുത പ്രവാഹത്തെ എതിർക്കുന്ന ദിശയിൽ ഒരു EMF ഉണ്ടാക്കുന്നു. ഈ പ്രതിഭാസമാണ് സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഒരു സോളിനോയിഡിൽ വൈദ്യുതി പ്രവഹിക്കുമ്പോഴുണ്ടാകുന്ന ഫ്ലക്സ് വ്യതിയാനം അതേ ചാലകത്തിൽ വൈദ്യുത പ്രവാഹത്തെ എതിർക്കുന്ന ദിശയിൽ ഒരു EMF ബാക്ക് EMF ഉണ്ടാക്കുന്നു. ഈ പ്രതിഭാസമാണ് സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. സെൽഫ് ഇൻഡക്ഷനിൽ പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാണ് ഇൻഡക്ടർ. സർപ്പിൾ ആകൃതിയിൽ ചുറ്റിയെടുത്ത കവചിത ചാലകമാണ് ഇൻഡക്ടർ എന്ന് പറയുന്നത്. സർപ്പിൾ ആകൃതിയിൽ ചുറ്റിയെടുത്ത കവചിത ചാലകമാണ് ഇൻഡക്ടർ. സെൽഫ് ഇൻഡക്ഷനിലാണിത് പ്രവർത്തിക്കുന്നത്. ഒരു സർക്യൂട്ടിലെ വൈദ്യുത പ്രവാഹത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ എതിർക്കുന്ന കമ്പിച്ചുരുളുകളാണ് ഇൻഡക്ടറുകൾ. ഒരു സർക്യൂട്ടിലെ വൈദ്യുത പ്രവാഹത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ എതിർക്കുന്ന കമ്പി ചുരുളുകളാണ് ഇൻഡക്ടറുകൾ. AC സർക്യൂട്ടിൽ പവർ നഷ്ടം കൂടാതെ വൈദ്യുത പ്രവാഹം ആവശ്യാനുസരണം കുറയ്ക്കുന്നതിനാണ് ഇൻഡക്ടറുകൾ ഉപയോഗിക്കുന്നത്. AC സർക്യൂട്ടിലെ പവർ നഷ്ടം കൂടാതെ വൈദ്യുത പ്രവാഹം ആവശ്യാനുസരണം കുറയ്ക്കുന്നതിനായിട്ടാണ് ഇൻഡക്ടറുകൾ ഉപയോഗിക്കുന്നത്. DC സർക്യൂട്ടിൽ ഇൻഡക്ടറുകൾ ഉപയോഗിക്കാറില്ല. വൈദ്യുത കാന്തിക പ്രേരണ തത്വവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവയാണ് ജനറേറ്റർ, ട്രാൻസ്ഫോമർ, ഇൻഡക്ടർ, ചലിക്കും ചുരുൾ, മൈക്രോഫോൺ. വൈദ്യുത കാന്തിക പ്രേരണ തത്വവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവയാണ് ജനറേറ്റർ, ട്രാൻസ്ഫോമർ, ഇൻഡക്ടർ, ചലിക്കും ചുരുൾ, മൈക്രോഫോൺ. ചലിക്കും ചുരുൾ മൈക്രോഫോൺ യാന്ത്രികോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നു. യാന്ത്രികോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന ഉപകരണമാണ് ചലിക്കും ചുരുൾ മൈക്രോഫോൺ. കാർബൺ മൈക്രോഫോൺ ടെലഫോണിലാണ് ഉപയോഗിക്കുന്നത്. കാർബൺ മൈക്രോഫോൺ ഉപയോഗിക്കുന്നത് ടെലഫോണിലാണ്. ക്രിസ്റ്റൽ സിറാമിക് മൈക്രോഫോണുകൾ ഉപയോഗിക്കുന്നത് ഹാം റേഡിയോകളിലാണ്. ക്രിസ്റ്റൽ സിറാമിക് മൈക്രോഫോണുകൾ ഉപയോഗിക്കുന്നത് ഹാം റേഡിയോകളിലാണ്. ഇതുകൂടാതെ റിബൺ മൈക്രോഫോണുകളും നിലവിലുണ്ട്. കപ്പാസിറ്റർ മൈക്രോഫോൺ അല്ലെങ്കിൽ കണ്ടൻസർ മൈക്രോഫോണുകൾ ശ്രവണ സഹായികളിലാണ് ഉപയോഗിക്കുന്നത്. കപ്പാസിറ്റർ മൈക്രോഫോൺ അല്ലെങ്കിൽ കണ്ടൻസർ മൈക്രോഫോണുകൾ ഉപയോഗിക്കുന്നത് ശ്രവണ സഹായികളിലാണ്. ലോകത്ത് വൻതോതിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് വൈദ്യുത കാന്തിക പ്രേരണ തത്വം ഉപയോഗിച്ചാണ്. ലോകത്ത് വൻതോതിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് വൈദ്യുത കാന്തിക പ്രേരണ തത്വം ഉപയോഗിച്ചാണ്. വിതരണത്തിനാവശ്യമുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് AC ജനറേറ്ററുകൾ ഉപയോഗിച്ചാണ്. വിതരണത്തിനാവശ്യമായിട്ടുള്ള വൻതോതിലുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് പവർ സ്റ്റേഷനുകൾ എന്ന് അറിയപ്പെടുന്നത്. പവർ സ്റ്റേഷനുകളിൽ 3 ഫേസ് AC ജനറേറ്ററാണ് ഉപയോഗിക്കുന്നത്. 120 ഡിഗ്രി കോണിൽ 3 ആർമേച്ചറുകളാണ് ഇതിൽ ഉറപ്പിച്ചിട്ടുണ്ടാവുക. 3 ഫേസ് AC ജനറേറ്ററാണ് പവർ സ്റ്റേഷനുകളിൽ ഉപയോഗിക്കുന്നത്. ഫീൽഡ് കാന്തത്തിൻ്റെ ധ്രുവങ്ങൾക്കിടയിൽ ഒരു സെറ്റ് കമ്പിച്ചുരുൾ മാത്രമുള്ള ജനറേറ്ററുകളാണ് സിംഗിൾ ഫേസ് ജനറേറ്ററുകൾ എന്ന് പറയുന്നത്. ഫീൽഡ് കാന്തത്തിൻ്റെ ധ്രുവങ്ങൾക്കിടയിൽ ഒരു സെറ്റ് കമ്പിച്ചുരുളുകൾ മാത്രമുള്ള ജനറേറ്ററുകളാണ് സിംഗിൾ ഫേസ് ജനറേറ്ററുകൾ. ഇന്ത്യയിലെ പവർ സ്റ്റേഷനുകളിൽ സാധാരണയായി 11 kVയിലാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. അതായത് 11,000 വോൾട്ട്, 11 കിലോ വോൾട്ടിലാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. ദൂരസ്ഥലത്തേക്ക് പവർ പ്രേഷണം ചെയ്യുമ്പോൾ ചാലകത്തിൽ താപരൂപത്തിൽ ഊർജ്ജ നഷ്ടം ഉണ്ടാകുന്നതിനെയാണ് പ്രസരണ നഷ്ടമെന്ന് പറയുന്നത്.
പവർ സ്റ്റേഷനുകളിൽ 220 kV വോൾട്ടതയാണ് കറണ്ടിന് ഉണ്ടായിരിക്കുക. പവർ സ്റ്റേഷനുകളിൽ 220 kV വോൾട്ടതയാണുള്ളത്. വിതരണ ട്രാൻസ്ഫോമറിലേക്ക് എത്തുമ്പോൾ അത് 11 kV ആക്കി മാറ്റും. 11 kV ആക്കി മാറ്റിയിട്ടാണ് വിതരണ ട്രാൻസ്ഫോമറിലേക്ക് എത്തിക്കുന്നത്. വിതരണ ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ടിൽ നിന്ന് 4 വയറുകളാണ് പുറത്തേക്കുണ്ടായിരിക്കുക. ഒരു ന്യൂട്രലും 3 ഫേസ് വയറുകളുമാണ് ഉള്ളത്. ന്യൂട്രലിനും ഫേസിനും ഇടയിലുള്ള പൊതുവ്യത്യാസം 230 വോൾട്ടാണ്. ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള കറണ്ട് 230 വോൾട്ടായിരിക്കും. ഗാർഹിക ആവശ്യങ്ങൾക്കുള്ളത് 230 വോൾട്ടായിരിക്കും. വ്യാവസായിക ആവശ്യങ്ങൾക്കുള്ളത് 400 വോൾട്ടാണ്. വിതരണ ട്രാൻസ്ഫോമറിലെ ന്യൂട്രൽ പൊട്ടൻഷ്യൽ 0 ആയിരിക്കും. ന്യൂട്രൽ പൊട്ടൻഷ്യൽ 0 ന്യൂട്രലിനും ഫേസിനും ഇടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം 230 വോൾട്ടും ഏതെങ്കിലും 2 ഫേസുകൾക്കിടയിലുള്ള വ്യത്യാസം 400 വോൾട്ടുമാണ്. ഗാർഹിക വൈദ്യുതീകരണ സർക്യൂട്ടിൽ ട്രീ സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്. ട്രീ സിസ്റ്റമാണ് ഗാർഹിക വൈദ്യുതീകരണ സർക്യൂട്ടിൽ ഫോളോ ചെയ്യുന്നത്. ഗാർഹിക ഉപകരണങ്ങൾ സമാന്തര രീതിയിലാണ് ഘടിപ്പിക്കുന്നത്. ന്യൂട്രൽ ലൈൻ കറുപ്പ് നിറത്തിലും ഫേസ് അല്ലെങ്കിൽ ലൈവ് ലൈൻ ചുവപ്പ് നിറത്തിലും എർത്ത് ലൈന് പച്ച നിറത്തിലുമാണ് കാണപ്പെടുന്നത്. വൈദ്യുതോർജ്ജം അളക്കാനുള്ള ഉപകരണമാണ് വാട്ട് അവർ മീറ്റർ. വൈദ്യുതോർജ്ജം അളക്കാനുള്ള ഉപകരണമാണ് വാട്ട് അവർ മീറ്റർ. കിലോ വാട്ട് അവർ യൂണിറ്റിലാണ് വൈദ്യുതോർജ്ജം അളക്കുന്നത്. ഇത് യൂണിറ്റ് എന്നും അറിയപ്പെടുന്നുണ്ട്. ഒരു യൂണിറ്റ് വൈദ്യുതോർജ്ജം 1 കിലോ വാട്ട് അവറിന് തുല്യമാണ്. ഒരു യൂണിറ്റ് വൈദ്യുതോർജ്ജം 1 കിലോ വാട്ട് അവറിന് തുല്യമാണ്. വൈദ്യുതോർജ്ജത്തിൻ്റെ വ്യാവസായിക യൂണിറ്റാണ് കിലോ വാട്ട് അവർ. വൈദ്യുതോർജ്ജത്തിൻ്റെ വ്യാവസായിക യൂണിറ്റ് കിലോ വാട്ട് അവർ ആണ്. 1000 വാട്ട് പവറുള്ള ഒരു ഉപകരണം 1 മണിക്കൂർ പ്രവർത്തിക്കുമ്പോഴാണ് 1 യൂണിറ്റ് വൈദ്യുതോർജ്ജം ഉണ്ടാകുന്നത്. 1000 വാട്ട് പവറുള്ള അല്ലെങ്കിൽ 1 കിലോ വാട്ട് പവറുള്ള ഒരു ഉപകരണം 1 മണിക്കൂറിൽ പ്രവർത്തിക്കുമ്പോഴാണ് 1 യൂണിറ്റ് വൈദ്യുതോർജ്ജം ഉണ്ടാകുന്നത്. കിലോ വാട്ട് അവറിലുള്ള ഊർജം കാണാൻ വാട്ടിലുള്ള പവർ ഇൻറ്റു മണിക്കൂറിലുള്ള സമയം ബൈ 1000 കണ്ടാൽ മതി. ഗാർഹിക വൈദ്യുതീകരണത്തിൽ സുരക്ഷിതത്വത്തിനായി ഉപയോഗിക്കുന്നതാണ് സുരക്ഷാ ഫ്യൂസ്, MCB, ELCB തുടങ്ങിയവ. MCBയുടെ പൂർണ്ണരൂപം മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ എന്നാണ്. ELCB എന്ന് പറഞ്ഞാൽ എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കറാണ്. ഫ്യൂസിന് പകരമായി ശാഖാ സർക്യൂട്ടുകളിൽ ഉപയോഗിക്കുന്നതാണ് MCB. സർക്യൂട്ടിൽ ഷോർട്ട് സർക്യൂട്ട്, ഓവർലോഡ് എന്നിവ മൂലം അമിത വൈദ്യുതി പ്രവാഹം ഉണ്ടാകുമ്പോൾ MCB സ്വിച്ച് സ്വയം നിയന്ത്രിതമായിട്ട് സർക്യൂട്ട് വിച്ഛേദിക്കും. ഇൻസുലേഷൻ തകരാർ മൂലമോ മറ്റോ സർക്യൂട്ടിൽ കറണ്ട് ലീക്ക് ഉണ്ടായാൽ സർക്യൂട്ട് ഓട്ടോമാറ്റിക്കായി വിച്ഛേദിക്കപ്പെടാൻ സഹായിക്കുന്നത് ELCB ആണ്. ഇപ്പോൾ ELCBക്ക് പകരം RCCB ആണ് ഉപയോഗിക്കുന്നത്. റെസിഡ്വൽ കറണ്ട് സർക്യൂട്ട് ബ്രേക്കർ. RCCBയുടെ പൂർണ്ണരൂപമാണ് റെസിഡ്വൽ കറണ്ട് സർക്യൂട്ട് ബ്രേക്കർ. സുരക്ഷിതത്വം ഉറപ്പാക്കാനായി 3-പിൻ പ്ലഗ് ഉപയോഗിക്കാറുണ്ട്. എർത്തിങ് നടത്താറുണ്ട്. മൊബൈൽ ചാർജറുകൾ AC-യെ DC ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. മൊബൈൽ ചാർജറുകൾ AC-യെ DC ആക്കുന്നു. എന്നാൽ നമ്മൾ മൊബൈൽ ഉപയോഗിക്കുന്ന സമയത്ത് DC-യിലാണത് പ്രവഹിക്കുന്നത്. AC-യെ DC ആക്കുന്ന സംവിധാനമാണ് റെക്ടിഫയർ. AC കറണ്ടിനെ DC ആക്കുന്ന സംവിധാനമാണ് റെക്ടിഫയർ. ഇന്ത്യൻ ഇലക്ട്രിസിറ്റി റൂൾ നിലവിൽ വന്നത് 1956 ഇന്ത്യയിലെ ഇലക്ട്രിസിറ്റി റൂൾ നിലവിൽ വന്നത് 1956. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഭാഗത്ത് പഠിക്കാനുള്ളത്. ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം. താങ്ക്